സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മോളെ റസൂലുള്ളാഹിനെ നന്നായി അങ്ങ് സ്നേഹിച്ചോ മോളെ. എന്തു രസമാണ് നീ ലോകത്തെ ഏത് പുരുഷനെ സ്നേഹിച്ചാലും നിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ വേണ്ട പോലെ അവൻ കൂടെ ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ അതിന് പരിധിയില്ലേ. നീ മരിച്ചാൽ നിന്റെ ഖബറിലേക്ക് നിന്റെ കാമുകൻ വരില്ല. നീ നാളെ പരലോകത്ത് ചെല്ലുമ്പോ നിന്റെ കാമുകൻ ഉണ്ടാവില്ല. അതേ സമയത്ത് ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ഉറക്കിലും ചലനത്തിലും ഏകാന്തതയിലും എല്ലായിടത്തും കൂടെ വരാൻ പറ്റുന്ന നേതാവാരാണ്? സ്നേഹിക്കാൻ പറ്റുന്ന പാത്രമാരാണ്? ഹബീബി വമലാദി വകഅസി വമശ്റബി വവിസാലി വആഖിദു യദി വമൻദറു റുയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മോനെ ഒന്ന് സ്നേഹിച്ചു നോക്കു മോനെ റസൂലുള്ളാഹിനെ. ചെറുപ്പക്കാരാ, നിന്റെ മനസ്സുകൊണ്ട് പോയി ഏതോ ഒരുത്തിക്ക് പണയം വെക്കണ്ട. എനിക്കൊരു കാമുകിയുണ്ട്. അവൾ ആരാണെന്നറിയുമോ? ഏറ്റവും നല്ല സൗന്ദര്യമുള്ളവളാണ്. അവൾ ആരാണെന്നറിയുമോ? എന്റെ എല്ലാ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും പങ്കാളിയാണ് എന്ന് സാധാരണ നമ്മൾ പറയാറില്ലേ? എന്നാൽ ആ നിലക്കല്ല, അതിനേക്കാൾ ഉയർന്ന പ്രേമം ലഭിക്കേണ്ട നേതാവാരാണ്? മദീനയുടെ മണൽപ്പരപ്പില് പച്ചക്കുബ്ബയുടെ കീഴെ ലോകത്തിന്റെ ചരണങ്ങൾ കണ്ടുകൊണ്ട് കിടക്കുന്ന നേതാവ്, അതെന്റെ നേതാവാണ്. എന്റെ പ്രേമമേ അത് മദീനയിലേക്കാണ്. എന്റെ സ്നേഹമേ അത് മദീനയുടെ മണൽപ്പരപ്പിലേക്കാണ്. എന്റെ അനുരാഗമേ അതിന് മദീനയെ അറിയുകയുള്ളൂ. എന്റെ ഹൃദയത്തിന്റെ പ്രണയ ബിന്ദുക്കളെ അതിന് പോകാൻ മദീനയേ ഉള്ളൂ. അങ്ങനെ റസൂലുള്ളാഹിനെ അങ്ങ് പ്രേമിച്ചാൽ ഇന്നൽ തിയാരി ഹസ്ബാ യൗമൻ ഇലാ അർദിൽ ഹറം ബല്ലിഗ് സലാമി റൗദതൻ ഫിഹ നബിയുൽ മുഹ്തറം. എന്തൊരു രസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് മഹബ്ബത്ത് വെച്ചാൽ നമ്മുടെ മക്കളുടെ ഖൽബിൽ റസൂലുള്ളാഹിനോടുള്ള പ്രണയമുണ്ടായാൽ രാത്രി കിടന്നുറങ്ങുമ്പോ വരുന്ന നേതാവാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്ര ആളുകളെയാണ് നമ്മൾ സ്വപ്നത്തിൽ കണ്ടുപോയത്? നാട്ടുകാരെ കണ്ടില്ലേ, വീട്ടുകാരെ കണ്ടില്ലേ, കൂട്ടുകാരെ കണ്ടില്ലേ? ഒരു തവണയെങ്കിലും റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ മോളെ? കാണാൻ ആഗ്രഹമില്ലേ? എന്തൊരു സൗന്ദര്യമാണ്! സാഹിബുൽ ബഹ്ജതി വൽ കമാൽ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സൗന്ദര്യം എഴുതിയിട്ട് തീർക്കാൻ കവികൾക്ക് കഴിയില്ല, രചയിതാക്കൾക്ക് കഴിയില്ല. അങ്ങനെയുള്ള അതുല്യമായ സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഉടമയായ റസൂലുള്ളാഹിനെ ഒന്ന് കാണണ്ടേ മോളെ? നിന്റെ ഹൃദയം കൊണ്ട് അന്യപുരുഷനെ പ്രേമിച്ച് സിനിമയും ഭ്രാന്തുകളും കണ്ട് നീ ഭൗതിക കലാലയത്തിന്റെ ചാപല്യങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് നീ വിലസണ്ട. നിനക്ക് റസൂലുള്ളാഹിനെ കാണാൻ സാധ്യമല്ല. അതേ സമയത്ത് അതിൽ നിന്നൊക്കെ മാറിയിട്ട് സ്വലാത്ത് ചൊല്ലിയൊന്ന് നടക്കുമോളെ. ഏകാന്തതയിലിരുന്ന് റസൂലുള്ളാഹിനെ ഒന്ന് സ്വലാത്ത് ചൊല്ലുമോളെ. രാത്രിയാകുമ്പോ അതാ വരുന്നു. പിന്നെ നമുക്ക് ഉറക്കിന് ഉണർവിനേക്കാൾ നല്ലത് ഉറക്കമാണ്. ആ ഉറക്കിൽ നിന്ന് കിട്ടുന്ന ഊർജം ഒരുപാട് ഉണർവാണ്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇമാമീങ്ങൾ എഴുതി വെച്ചു പോയത് പറയാനല്ലാതെ എനിക്ക് യോഗ്യതയില്ല. ആ റസൂലുള്ളാഹിനെ ഖൽബ് കൊണ്ടൊന്ന് സ്നേഹിക്കുമോനെ. സ്നേഹത്തിന്റെ നിയമത്തിന്റെ വരയല്ല. ചില ബുദ്ധിശൂന്യന്മാരായ ബുദ്ധിജീവികളുണ്ട്. അവർക്ക് സ്നേഹവും പ്രേമവും അറിയില്ല. അത് രുചിച്ചറിയേണ്ട കാര്യമാണ്, എഴുതിയറിയേണ്ടതല്ല. എന്റെ ഈ കൈലേസിന് മാർക്കറ്റിൽ 10 രൂപയെ വിലയുള്ളൂ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കാമുകി എനിക്ക് നൽകിയാൽ ഇതിന്റെ വില നിശ്ചയിക്കാൻ പറ്റൂല.
ഇതുപോലെയല്ലേ റസൂലുള്ളാഹിനെ പ്രേമിച്ചവർക്ക് ഹബീബിന്റെ മദീനയുടെ വില എങ്ങനെയാണ് കണക്കാക്കാൻ പറ്റൂല.